ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹെൽത്തും മൈൻഡ് പവറും. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് അസുഖമായിട്ട് കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കുറച്ച് ഗൗരവമുള്ള, നമുക്ക് എന്തൊക്കെ ലൈഫിലുണ്ടെന്ന് പറഞ്ഞാലും പണം, അധികാരം, പദവി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമാണ് ഏറ്റവും വലുത്, അല്ലേ? നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സുമാണ് ഈ ലോകത്ത് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വഴികളാണ് ഈ മൈൻഡ് പവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പഠിച്ച എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. എനിക്കങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്, പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷനാണ്. ഞാനങ്ങനെ ഒരു കോച്ചൊന്നും അല്ല. ഞാൻ ഒരു ടൈലറിങ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ പേര് റെജീന എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കാര്യമാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് പേര് സന്തോഷത്തോടെ ഈ ചാനലിലേക്ക് വരുന്നത്, ഞാൻ നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ടോപ്പിക്കുകൾ ഞാൻ കുറച്ച് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വന്നാൽ, രോഗങ്ങളും മൈൻഡ് പവറും എന്നുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് വരുന്ന ഒരു 90% അസുഖങ്ങളും സൈക്കോസോമ, അതായത് മൈൻഡിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ക്രോണിക് സ്ട്രെസ്സ് വഴിയാണ് നമ്മളുടെ ഒരു 90% അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ഈ ഇടയ്ക്ക് ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയാറുണ്ട്, അല്ലെ, സ്ട്രെസ്സ് കാരണമാണ് നമുക്ക് ഡയബറ്റീസ്, BP, ഷുഗർ ഒക്കെ വരുന്ന, കൊളസ്ട്രോളൊക്കെ വരുന്നതെന്നുള്ളത് ഈ കുറച്ച് കാലം കൊണ്ട് ഡോക്ടേഴ്സും നമ്മളോട് പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഈ കൊളസ്ട്രോൾ ആയിരുന്നാലും BP ആയാലും ഡയബറ്റിക് ആയാലും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് എന്നാണ് നമ്മൾ ശരിക്കും വിശ്വസിച്ച് പോന്നിരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് നമ്മളിങ്ങനെ തലമുറകളായിട്ട് ആ വിശ്വാസങ്ങളെ കൈമാറി വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് തലമുറകൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇതൊരു ഹെറിഡിറ്ററി ആയിട്ട് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല. ഇതൊരു മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതലായിട്ട് പഠിച്ച് ബുക്ക് എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലൂയിസ് ഹേ ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് സ്പീക്കറാണ്. അവരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ബുക്കാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ബുക്ക്. സത്യത്തിൽ ആ ബുക്ക് എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്ന ഡോക്ടർ ലക്ഷ്മി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ശരിക്കും ക്ഷമിക്കാൻ പഠിച്ചത്. പേടിച്ചിട്ടാണ് ഞാൻ ക്ഷമിക്കാൻ പഠിച്ചത് ആ ബുക്ക് വായിച്ചിട്ട്. കാര്യം ആ ബുക്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് വരുന്ന, അതിൽ അവർ ഓരോ അസുഖങ്ങൾ, ഇന്ന അസുഖം ഇന്ന കാരണങ്ങളാൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിൻ്റെ എൻഡിൽ കുറേ പേജസിൽ അവരിങ്ങനെ A to Z വരെയുള്ള രോഗങ്ങളും അത് വരാനുള്ള കാരണങ്ങളും, നമ്മുടെ എന്ത് തോട്ട് കൊണ്ടാണ്, സെൽഫ് ലവ് ഇല്ലായ്മ, ഫൊർഗീവ്നെസ് ഇല്ലായ്മ, അങ്ങനെയുള്ള പല തോട്ടുകൾ ഇത് കൊണ്ടുമാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് അവർ ഏറ്റവും ലാസ്റ്റിൽ, അവരുടെ ബുക്കിൻ്റെ ലാസ്റ്റിൽ ഒരു 8-10 പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും നമുക്കിതൊക്കെ. ലൂയിസ് ഹേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പോൾ അവർ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് അവർ സെൽഫ് ലവും ഫോർഗീവ്നെസ് പ്രാക്ടീസും എസ്പെഷ്യലി അഫർമേഷൻ, മിറർ അഫർമേഷനും ഒക്കെ ചെയ്തിട്ടാണ് അവരുടെ ക്യാൻസർ സർവൈവ് ചെയ്തത് എന്ന് അവർ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു അറിവായിരിക്കും. വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു ബുക്കാണ് അത്. നിങ്ങളെല്ലാവരും അത് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും നമുക്ക്, ഇപ്പം ഞാനൊന്നും അങ്ങനെ, എനിക്ക് ഇംഗ്ലീഷൊന്നും എല്ലാം വായിച്ചാലൊന്നും മനസ്സിലാകുന്ന ആളൊന്നും അല്ല. പക്ഷേ ഈ ഇംഗ്ലീഷ് ലൂയിസ് ഹേയുടെ ബുക്കെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ കുറേ അഫർമേഷൻസും എല്ലാം ഉണ്ട്. വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങളെല്ലാവരും അത് വായിച്ചിരിക്കണം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും.
അപ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ ഏതാണ്ട് അക്കമിട്ട് ലൂയിസ് ഹേ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ലൂയിസ് ഹേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സെല്ലറിയാമല്ലോ, കോശങ്ങൾ, ആ കോശങ്ങൾ, ഓരോ കോശങ്ങൾക്ക് ഒരു ബ്രെയിൻ, അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രെയിനും ഒരു മെമ്മറിയും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ സെല്ലിനും ഓരോ മെമ്മറിയും ഓരോ ബ്രെയിനും ഓരോ സെല്ലുകൾക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ ദേഷ്യം, നമ്മുടെ സ്ട്രെസ്സ്, നമുക്ക് വരുന്ന ലിമിറ്റിംഗ് ബിലീഫുകൾ, നമ്മളുടെ ഗിൽറ്റി, നമ്മളുടെ വാശി, അസൂയ, ഫ്രസ്ട്രേഷൻ എല്ലാം സ്റ്റോർ ചെയ്ത് ഓരോ സെല്ലിലും സ്റ്റോർ ചെയ്ത് വെക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങളും വരുന്നത് എന്നാണ് ലൂയിസ് ഹേ പറയുന്നത്. അതുപോലെ ലൂയിസ് ഹേ പറയുന്ന വേറൊരു കാര്യമാണ്, വർഷങ്ങളായിട്ടുള്ള ഒരാളോടുള്ള നമ്മളുടെ ദേഷ്യമാണ് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുന്നതിന് കാരണമെന്നും ലൂയിസ് ഹേ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ വെക്കാൻ തോന്നൂല ശരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത് പോലെ അങ്ങനെ നമ്മളോട് ദേഷ്യമുള്ള എല്ലാവരോടും നമ്മൾ ക്ഷമിച്ചു കൊടുത്താലോ, അതെങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കും. നമ്മൾ ഈ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ സോൾ ടു സോൾ ക്ഷമിക്കുക ഉള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പം എനിക്ക് ശത്രുതയുള്ള ഒരാളിനോ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് ഞാൻ ഇന്നലെ വരെ കഴിഞ്ഞതെല്ലാം മറന്നു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മറക്കുന്നില്ല, നമ്മൾ മറക്കുന്നതേ ഇല്ല, ക്ഷമിക്കുന്നു, അത്രേ ഉള്ളൂ. മറക്കുകയും ക്ഷമിക്കുകയും രണ്ടാണ്. ഇപ്പം നമുക്കൊരു മുറിവുണ്ടായി, ഞാൻ വീണപ്പോൾ ഒരു മുറിവുണ്ടായി എനിക്ക്. ആ മുറിവിനെ ഞാൻ മരുന്ന് വെച്ച് ഉണക്കി. ആ മരുന്ന് വെച്ച് ഉണക്കി അതിനെ ഹീൽ ചെയ്യുന്നതാണ് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതേസമയം ആ മുറിവ് ഉണ്ടായിരുന്നതും ഞാൻ വീണതും അതെല്ലാം എൻ്റെ ഓർമ്മകളാണ്. അത് നമ്മൾ മറക്കൂലല്ലോ, അതവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ മുറിവിനെ നമ്മൾ കണ്ടോയോ, ഞാനിനി മറന്നുപോയാലോ, ഈ വീണതും ഈ മുറിവും ഒക്കെ മറന്നുപോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ മുറിവിനെ ഉണക്കാതെ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. നമ്മൾക്ക് വന്ന മുറിവ് നമ്മൾ ഉണക്കുന്നു. അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഹീലിംഗ് പ്രോസസ്സാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഒരിക്കലും മറ്റേ ആൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മളുടെ ഉള്ളിലുള്ള മുറിവിനെ നമ്മൾ ഉണക്കുന്നു. അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ അപ്പോഴും കട്ട് ഓഫാണ്. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, നമ്മൾ അവരെ ഓർക്കുന്നു. അവർ ചെയ്ത ഇൻറ്റൻസിറ്റി അനുസരിച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുകയോ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തി അവരുമായിട്ട്, ഇപ്പം ചിലരുമായിട്ടൊന്നും നമുക്ക് എത്ര ശത്രുത ഉണ്ടെങ്കിലും നമുക്ക് പിണങ്ങാൻ പറ്റില്ല അല്ലേ? അവർ നമ്മളോട് വളരെയധികം ദ്രോഹം ചെയ്തു. പക്ഷെ നമുക്ക് ഇപ്പം എക്സാമ്പിൾ അമ്മായിയമ്മ നമ്മൾ വല്ലാതെ ഉപദ്രവിച്ചു. പക്ഷെ നമുക്ക് അവരോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ചെയ്തതിനെ നമ്മൾ ക്ഷമിക്കുന്നു, ഒപ്പം ഇത് നമ്മൾ ഓർക്കുന്നു. ക്ഷമിച്ചതിനോടൊപ്പം തന്നെ അവരിൽ നിന്ന് അകലം പാലിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മളുടെ പഴയ കാര്യം നമ്മൾ ഓർത്ത് തന്നെ നമ്മളൊരു അകലം പാലിക്കുന്നു, പ്രതികാരം ചെയ്യുന്നു എന്നല്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ വന്ന മുറിവിനെ നമ്മൾ ഹീൽ ചെയ്യാതെ വർഷങ്ങളോളം കൊണ്ട് നടന്നാൽ മാരകമായ പല അസുഖങ്ങളും വരുമെന്നാണ് ലൂയിസ് ഹേ പറയുന്നത്. അല്ലാതെ 2-3 പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു, അതെങ്ങനെ മറക്കാൻ പറ്റില്ല, മറക്കരുത്. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ വീണ്ടും അവരാ തെറ്റ് ചെയ്യില്ലേ? അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉള്ളിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു. സോൾ ടു സോൾ ഹീലിംഗ് ആണ്. ഞാൻ എൻ്റെ ആത്മാവിൽ നിന്നും അയാളുടെ ആത്മാവിന് ക്ഷമ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അത് നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. നിങ്ങളത് ഫൊർഗീവ്നെസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. ഇതിനെക്കുറിച്ച് ലൂയിസ് ഹേ 3 നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ അവസ്ഥയ്ക്കും, പ്രസൻറ്റിലുള്ള നമ്മളുടെ എല്ലാ അവസ്ഥയ്ക്കും കാരണം നമ്മൾ തന്നെയാണ്. അതായത് നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ സെല്ലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സ്ട്രെസ്സുകളും ലിമിറ്റിംഗ് ബിലീഫുകളും
വാശി, അസൂയ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സുകൾ കാരണമാണ് ഇന്നത്തെ നമ്മളുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് നമുക്കങ്ങനെ സംഭവിച്ചു പോയി. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ് എന്നാണ് ലൂയിസ് ഹേ ഒന്നാമത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് നമ്മളുടെ ചിന്തകൾ നമുക്ക് മാറ്റാൻ പറ്റും. ചിന്തകളെ മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് വിചാരിക്കുകയാണോ ഒന്നിനും കൊള്ളൂലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് പകരം അഫർമേഷൻ കൊടുത്ത് നമ്മളുടെ ഈ ചിന്തയെ മാറ്റിയെടുക്കാം. ഞാൻ നല്ലതാണ്, ഞാൻ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് അഫർമേഷൻ പറഞ്ഞ് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇന്നത്തെ നിമിഷമാണ് നമ്മളുടെ ലൈഫിൻ്റെ പവർ ഓഫ് പോയിന്റ്, ദ പോയിന്റ് ഓഫ് പവർ. ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് പവർ എന്നാണ് ലൂയിസ് ഹേ പറയുന്നത്. അതായത് ഇന്നത്തെ ഈ നിമിഷമാണ് നമ്മൾക്ക് നാളെക്കുറിച്ച്, നാളെ നമ്മൾ എങ്ങനെ ജീവിക്കണം. അപ്പോൾ പാസ്റ്റിൽ ചിന്തിച്ചതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതാണ് നാളത്തെ നമ്മളുടെ അവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് ചിന്തകളെ ഉപേക്ഷിക്കണം. ഇപ്പോൾ പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചു, നമുക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥ വന്നു. പക്ഷേ ഇന്നു മുതൽ നമ്മൾ അറിയണം, ഇന്നത്തെ നമ്മളുടെ ചിന്തകളാണ് നാളത്തെ നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ 3 നിയമങ്ങളാണ് ലൂയിസ് ഹേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമത്തത് നമ്മളുടെ എല്ലാ അവസ്ഥയ്ക്കും, അതായത് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണ്, നമ്മളുടെ പാസ്റ്റിലെ തോട്ടുകളാണ്. ആ തോട്ടുകളെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ഇന്നത്തെ തോട്ടാണ് നാളത്തെ നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ബുക്കിൽ ലൂയിസ് ഹേ, ഇത്രയൊക്കെയൊന്നും അല്ല, ഒരുപാട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. വളരെ നല്ല ബുക്കാണ്. എല്ലാ വീട്ടിലും ആ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമ്മളെ അത് ഒരുപാട് മാറ്റും. എൻ്റെ സത്യത്തിൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ലൂയിസ് ഹേയുടെ ബുക്ക് വായിച്ചിട്ട് കിട്ടിയ അറിവാണ്. അതിനുശേഷമാണ് ഞാൻ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നതും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഇതൊക്കെ കിട്ടുന്നതും. അപ്പോൾ ഡോക്ടർ ലക്ഷ്മിയാണ് എനിക്ക് ലൂയിസ് ഹേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് താങ്ക് യു ഒരവസരത്തിൽ. ഇനി നമുക്കിതെങ്ങനെയാണ് ഹീൽ ചെയ്യാം? നമ്മുടെ എന്തായാലും നമുക്ക് കഴിഞ്ഞ കാലത്തെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വന്നു. ഇനി ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഒരുപാട് അസുഖം ബാധിച്ച ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഹീൽ ചെയ്യാനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൊർഗീവ്നെസ് പ്രാക്ടീസാണ്. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആരോടുമുള്ള വൈരാഗ്യം വെച്ചിരിക്കാൻ പാടില്ല മനസ്സിൽ. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് ഹോപ്പനോപ്പനോ പ്രെയർ ചൊല്ലി അവരോട് മാപ്പ് ഓരോരുത്തരെ ആയിട്ട് നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, താങ്ക് യു സോ മച്ച്, നന്ദി പറയുന്നു, പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് 4 വാക്ക് നമ്മൾ അവരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറഞ്ഞാലും മതി. അവരെ ഫോട്ടോയൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 28 പ്രാവശ്യം 21 ദിവസം പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 11 പ്രാവശ്യം പറയുക. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച്, നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നിങ്ങൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ കേൾക്കുന്ന സുഖമില്ലാതിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു പ്രാക്ടീസ് 3 മാസത്തേക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അസുഖത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ചിലർക്കൊക്കെ കണ്ടിട്ടില്ല, ഒരു അസുഖം വന്ന് മാറിയിട്ട് അടുത്ത അസുഖം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഉള്ളിലുള്ള ദേഷ്യം, വൈരാഗ്യം എല്ലാം കളയണം. നമ്മളാണ് ഏറ്റവും വലുത്. നമ്മളുടെ വാശിയോ വൈരാഗ്യമോ ഒന്നും അല്ലല്ലോ. നമ്മൾ അസുഖം വന്ന് നമ്മൾ ഈ വേദന സഹിച്ച് ജീവിച്ച് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്ന എന്തിനാണ്? ദൈവം അവർക്കുള്ള കർമ്മ കൊടുത്തോളും. നമ്മളല്ലല്ലോ അത് അവരുടെ കർമ്മ തീരുമാനിക്കുന്നത്. അത് ദൈവമുണ്ട്. നമ്മളൊരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ശക്തി അവർക്ക് കർമ്മ കൊടുത്തോളൂ. നമ്മൾ അതിന് ഇടപെടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കുക.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെൽഫ് ലവിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കുട്ടി വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഈ 4 ചുമരിനുള്ളിൽ കിടപ്പിലാണ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഒരു മറുപടി കൊടുത്തു, ഞാൻ ഇയാൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, ഇയാൾ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എന്നെ നേരിട്ട് വന്ന് കാണണം, എന്നെ വന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഇയാൾ ചെയ്യാൻ നിർബന്ധമായിട്ട് ചിലപ്പം വിചാരിക്കില്ല എനിക്ക് ആരോട് ദേഷ്യമില്ല, പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. നമുക്കത് നമ്മൾ മറന്നുപോയതാണ്. ഉപബോധ മനസ്സിന് അത് വ്യക്തമായിട്ട് അറിയാം. ഉപബോധ മനസ്സാണ് ഇതിനെ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോധ മനസ്സിന് ഓർമ്മയുണ്ടാവില്ലെങ്കിൽ ഉപബോധ മനസ്സിന് അത് ഓർമ്മയുണ്ടാകും. ആരോടൊക്കെയാണ് വൈരാഗ്യം, ആരോടൊക്കെയാണ് ദേഷ്യം, ആരോടൊക്കെയാണ് ജലസി. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ച് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഹോപ്പനോ പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ മാറും. ഞാൻ ഹോപ്പനോ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഹെൽത്തിന് വേണ്ടി ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് 11 പ്രാവശ്യം അതുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കേൾക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും, ഉറപ്പാണ്. പിന്നെ അതുപോലെ അസുഖമുള്ളവർ ഇല്ലാത്തവർ അഫർമേഷൻ എടുക്കുക, അഫർമേഷൻസ് ചെയ്യുക. മിററിൽ നോക്കിയിട്ട് നമ്മളുടെ കൃഷ്ണമണിയിൽ നോക്കിയിട്ട് നമ്മൾ അഫർമേഷൻ പറയുക. 1-2 അഫർമേഷൻസ് ഞാൻ പറഞ്ഞു തരാം. മൈ ബോഡി ഈസ് സ്ട്രോങ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. മൈ ബോഡി ഈസ് സ്ട്രോങ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. എവറി സെൽ ഇൻ മൈ ബോഡി ഷൈൻസ് വിത്ത് ഹെൽത്ത്. എവറി സെൽ ഇൻ മൈ ബോഡി ഷൈൻസ് വിത്ത് ഹെൽത്ത്. ഐ ഡിസേർവ് ടു ഫീൽ ഹെൽത്തി ആൻഡ് happy. I deserve to feel healthy and happy. ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ അഫർമേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻ പറയാം. ഐ ആം ഹീലിംഗ് നൗ, ഐ ആം ഹെൽത്തി ആൻഡ് ഹീലിംഗ് നൗ എന്ന് മാത്രം നിങ്ങൾക്ക് പറയാം. അതിലെല്ലാം ഉണ്ടല്ലോ, ഐ ആം ഹെൽത്തി ആൻഡ് ഐ ആം ഹീലിംഗ് നൗ എന്ന് പറയാം. എന്ത് വേണേ നമുക്ക് നമ്മളൊരു അഫർമേഷൻ എടുക്കുക. ഒരു 5 അഫർമേഷൻ നമ്മൾ എടുക്കുക. ഈ 5 അഫർമേഷൻ തന്നെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ല നിങ്ങൾ ഇന്നൊരു അഫർമേഷൻ പറഞ്ഞു, നാളെ മാറ്റി പറഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം വേറെ, അങ്ങനെ പറയാൻ പാടില്ല. കാര്യം നമ്മുടെ ഒരു അഫർമേഷൻ നമ്മളുടെ ഉപബോധ മനസ്സ് സ്റ്റോർ ചെയ്യുന്ന മിനിമം ഒരു 100 തവണ അതിലേക്ക് എത്തണം. പറഞ്ഞ് അങ്ങനെ എത്തിയാൽ മാത്രമേ അത് സ്റ്റോർ ആകൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരെണ്ണം പറഞ്ഞു നാളെ മാറ്റി പറഞ്ഞാൽ ഇത് രണ്ടും എടുക്കില്ല. അപ്പോൾ പറയുന്ന അഫർമേഷൻസ് നമ്മൾ അത് മാത്രം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക, നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അഫർമേഷൻ നല്ലത് ഏതാണ്, ആ അഫർമേഷൻ നമ്മൾ എഴുതിയെടുക്കുക. ഒരു 5 അഫർമേഷൻ കിട്ടുവാണെങ്കിൽ ആ 5 അഫർമേഷൻ നിങ്ങൾക്ക് മാറിയും തിരിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾക്ക് കൃഷ്ണമണിയിൽ നോക്കി ഈ അഫർമേഷൻ പറയാവുന്നതാണ്. അങ്ങനെയാണ് ലൂയിസ് ഹേയുടെ അസുഖം മാറിയെന്ന് ലൂയിസ് ഹേ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ്, അഫർമേഷൻ മെത്തേഡ് മിറർ മെത്തേഡാണ്. ലൂയിസ് ഹേ ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ മിറർ അഫർമേഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ്. അത് നമ്മൾ പറയുന്ന വഴി പെട്ടെന്ന് നമുക്ക് മാറ്റം വരും. ഞാൻ പണത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, സ്വിച്ച് വേർഡ്സ് നമ്മൾ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഹീലിംഗ് പ്രോസസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അസുഖത്തിനായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വിച്ച് വേർഡ്സ് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് മാറ്റം ഉണ്ടാകും, പക്ഷേ നമ്മൾ ഡൗൺ ആകും. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി മാറാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് വേർഡ്സ് പറയുന്നതിനോടൊപ്പം നമ്മൾ ഈ ഫൊർഗീവ്നെസ് പ്രാക്ടീസും നമ്മളുടെ അഫർമേഷനും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം സ്വിച്ച് വേർഡ്സും കൂടെ പറയുക അസുഖമുള്ളവർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അസുഖം മാറണമല്ലോ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അസുഖം മാറുന്നതിനുള്ള ഒരു രീതിയും കൂടിയാണ് ഈ സ്വിച്ച് വേർഡ്സ് പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 5 വേർഡ്സ് പറഞ്ഞുതരാം. അത് നിങ്ങൾ 555, അതായത് 55 പ്രാവശ്യം 5 ദിവസം എഴുതണം.
അത് ഇന്ന് 7 മണിക്കാണ് രാവിലെ എഴുതിയെങ്കിൽ നാളെ 7 മണിക്ക്, മറ്റന്നാൾ 7 മണിക്ക്, അങ്ങനെ 5 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഇനി ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയാൽ വീണ്ടും പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ദിവസം എഴുതണം. അതേപോലെ ടൈം മസ്റ്റായിട്ട് ഒരേ ടൈം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് 555-ൻ്റെ മെത്തേഡ്. പിന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ബുക്ക് പുതിയൊരു ബുക്കിൽ എഴുതിയിട്ട് ആ ബുക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. പിന്നെ ലെറ്റ് ഗോ ചെയ്യണം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം. അതോടൊപ്പം നിങ്ങൾ ഫോർഗിവ്നെസ് പ്രാക്ടീസും ചെയ്യണം, അഫർമേഷനും ചെയ്യണം. അപ്പോൾ സ്വിച്ച് വേർഡ് പറഞ്ഞുതരാം. BEB, ഡിവൈൻ, റീസ്റ്റോർ, ഹീൽ, എലൈവ്. ബി, ഡിവൈൻ, റീസ്റ്റോർ, ഹീൽ, എലൈവ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ്സ്. ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങൾ മാറിയും തിരിഞ്ഞ് പറയുക. ഒന്നുകിൽ 555 പറയുക. ഇനി എഴുതാൻ കഴിയാത്തവർ പറയുകയെങ്കിലും ചെയ്യുക അറ്റ്ലീസ്റ്റ് നമുക്ക്. അപ്പോൾ നമുക്ക് എഴുതാനുള്ള ഒരു ഇതായി വരും. അപ്പോൾ നിങ്ങളിതൊക്കെ നിരന്തരം ഒരു 3 മാസം നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ അസുഖമായിട്ടുള്ളവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. കാര്യം അത്രയും വർഷങ്ങളായിട്ട് നമ്മളുടെ സെല്ലിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ്. അതൊരു സുപ്രഭാതത്തിൽ കുറച്ച് സ്വിച്ച് വേർഡ് പറഞ്ഞെന്നോ, കുറച്ച് അഫർമേഷൻ പറഞ്ഞെന്നോ, കുറച്ച് ഫോർഗീവ്നെസ് പറഞ്ഞെന്നോ പറഞ്ഞ് മാറില്ല. പക്ഷെ മാറ്റം വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് സമാധാനമാകും. ഇപ്പം ചെറിയ പെയിനൊക്കെ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സമാധാനമായി തുടങ്ങും. അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന അന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. ആ ഒരു വിശ്വാസത്തിൽ എഴുതുക, പറയുക, ചെയ്യുക, എല്ലാം ചെയ്യുക. ആ കാര്യം നമുക്ക് അസുഖം മാറുക എന്ന് പറയുന്നതിന് നമ്മൾ വലിയ വില കൊടുക്കണം, അല്ലേ? അപ്പം അത്രയും നിങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ആ തോട്ട്സിനെയൊക്കെ എടുത്ത് മാറ്റി പുതിയ പോസിറ്റീവ് തോട്ട്സ് ഉള്ളിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഞാൻ ഇതുമായിട്ട് മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെടാത്ത എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അന്ധവിശ്വാസം ഞാൻ പറഞ്ഞുതരാം. അത് അസുഖമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഏതൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അവരതിൽ കയറി പിടിക്കുമല്ലോ. അതുകൊണ്ട് അത് പറയുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ എനർജി നമ്മളുടെ ബോഡിയുമായിട്ട് ഭയങ്കരമായിട്ട് ലിങ്കായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ 2-3 റിലേറ്റീവ്സിനൊക്കെ ക്യാൻസർ പോലുള്ള അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം വീട്ടിലെ വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിത് അറിയാമായിരുന്നു. വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോജിക് മൈൻഡാണ്. അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ അതിനുശേഷം ഇതെനിക്ക് അറിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് എൻ്റെ ഒരു 20കളിലൊക്കെ എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയതാണ്. ആ അറിവ് കിട്ടിയതിന് ശേഷം ഞാൻ ആർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വീട്ടിൽ പോയി കാണുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് മൊബൈലോ എന്തെങ്കിലും എടുത്തിട്ട് വടക്ക് കിഴക്ക് അത് നോക്കിയിട്ട് വടക്ക് കിഴക്കാണോ ടോയ്ലറ്റ് എന്ന്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എല്ലാ വീട്ടിലും വടക്ക് കിഴക്ക് തന്നെയായിരുന്നു ടോയ്ലറ്റ്. ഞാൻ നോക്കിയിട്ടുള്ള 100-ൽ 100 എനിക്ക് ഒരു വീട് പോലും അങ്ങനെ അല്ലാത്തത് കിട്ടിയിട്ടില്ല. അതെന്നെ ഇന്നും വളരെ അതിശയപ്പെടുത്തുന്നു. അതിൽ സത്യമില്ലെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ ഇത്രയും മൈൻഡ് പവർ ക്ലാസ്സുകളിൽ പോയിട്ടും എന്തോ ലിമിറ്റിംഗ് ബിലീഫാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് വരുന്ന വീട്ടിലെല്ലാം സ്ത്രീകൾക്ക് അസുഖം വരുന്നതായിട്ട്, വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് എല്ലാവർക്കും അസുഖം വരുന്നതെന്നല്ല, അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അതല്ല, അസുഖം വന്നവരുടെ വീട്ടിലെ വടക്ക് കിഴക്ക് മൂല ഞാൻ നോക്കുമ്പോൾ ഇത് ടോയ്ലറ്റ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കൂ. നമുക്ക് ഏറ്റവും വലുത് അസുഖമാണ്. അന്ധവിശ്വാസമായാലും ഒറിജിനൽ വിശ്വാസമായാലും അസുഖം മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഒന്നും വിശ്വസിക്കരുത്, അത് വിശ്വസിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനെയും വിശ്വസിക്കാം. നമുക്ക് അസുഖം വന്നു, നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ അങ്ങ് വിശ്വസിക്കുക അന്ധമായിട്ട്. കാര്യം നമുക്ക് നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയാവുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കല്ലേ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരവർക്ക് വരുമ്പോഴേ അതിൻ്റെ ഒരു വേദന മനസ്സിലാകുള്ളൂ. അപ്പോൾ അത് ഒരു വിശ്വാസം കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഒപ്പീനിയനാണ്. അപ്പം നിങ്ങൾ വല്ലാണ്ട് അസുഖം ബാധിതരൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഈ വീട്ടിൻ്റെ വാസ്തുവൊക്കെ നോക്കുന്നവരെ വിളിച്ചിട്ട്
നിങ്ങൾ അതൊന്ന് നോക്കിക്കുക. വടക്ക് കിഴക്ക് മൂലയിലാണ് ടോയ്ലറ്റ് എന്നുള്ളത് നോക്കിക്കുക. എന്നിട്ട് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇടിച്ച് കളയണമെന്നൊന്നും അവർ ചിലപ്പോൾ പറയും ഇടിച്ച് കളഞ്ഞിട്ട് വേറെ പണിയണമെന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങൾക്ക് വേറെ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ വേറൊരു ടോയ്ലറ്റ് പണിയുക, എന്നിട്ട് ഇതിനെ അടച്ചിടുക. ഉപയോഗിക്കാതിരുന്നാലും മതിയാകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ വസ്തുവിൻ്റെ മൂലയിലായാലും വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമുണ്ട്, വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇതിലൊന്നും ഡിഗ്രി എടുത്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ മനുഷ്യർക്ക് വിഷമം വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് ഏറ്റവും വലുത് മനസ്സമാധാനമാണ്, മനസ്സിൻ്റെ ആരോഗ്യമാണ്, ശരീരത്തിൻ്റെ ആരോഗ്യമാണ്, പണമാണ്. പണമില്ലാതെ വിഷമിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് വേണ്ടത്. അതിൽ നമ്മൾ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും സമാധാനവും സന്തോഷം കിട്ടുവാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ സുഖമില്ലാതിരിക്കുന്നവർ ഈ ഒരു കാര്യം, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്ക് ഇങ്ങനെ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ ഞാനൊരു കോച്ചൊന്നും അല്ല. ഞാൻ വെറുതെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആധികാരികമായിട്ട് പറയാനും മാത്രമുള്ള അറിവെന്നുള്ള ഒരാളല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.